ഓണം വന്നാൽ ചിപ്സും ശർക്കര വരട്ടി ഇല്ലാതെ ഒരു സദ്യയില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു കൊല്ലം ചിപ്സ് ഞാൻ വറുത്ത് വെച്ചത്. പക്ഷേ ഇതുകൊണ്ട് എല്ലാവരും കയറി ഇറങ്ങി ഓണത്തിന് മുമ്പേ അങ്ങോട്ട് കഴിച്ചു ചേർത്ത്. എന്നിട്ട് ഇന്നലെ 6 കിലോ പിന്നെയും വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോൾ നമുക്കിനി ശർക്കര വരട്ടിയും ചിപ്സും കൂടെ ചെയ്യാം. തിരുവോണനാളിൽ സദ്യയുടെ കൂടെ വിളമ്പാനാണ് കേട്ടോ. ചിപ്സിന് കളർ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാ പൊളിച്ച് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ചൂടെണ്ണയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാലും മതിയാകും. അപ്പോൾ നല്ല കളർ കിട്ടും ചിപ്സ്. എളുപ്പത്തിൽ പണി തീർക്കാമല്ലോ എന്ന് പറഞ്ഞ് 2 അടുപ്പിലോട്ട് ചട്ടി വെച്ച് കേട്ടോ. എണ്ണ ചൂടായിട്ട് ഒരു അടുപ്പിൽ ശർക്കര വരട്ടി, ഒരടുപ്പിൽ ചിപ്സും അങ്ങോട്ട് ജഗാന്ന് പറഞ്ഞ് അരിഞ്ഞങ്ങോട്ട് നമ്മൾ വറുക്കുകയാണ്. എനിക്കിപ്പോഴും പിടി കിട്ടാത്തത് പാവം മാവേലി എന്ത് നല്ല സ്വഭാവമായിരുന്നു. എല്ലാവർക്കും നല്ല ദാനശീലനായിരുന്നു. എന്നിട്ടും എന്തിനാ പാതാളത്തിലോട്ട് ഇട്ടേന്നാണ് എനിക്കൊരു സംശയം. എന്തായാലും മാവേലി മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഓണസദ്യയും ഓണ ചിപ്സും ഓണ ശർക്കര വരട്ടി ഓണക്കളികളും ഓണ ഊഞ്ഞാലും എല്ലാം അങ്ങോട്ട് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിപ്സ് അങ്ങോട്ട് വലിയ പാത്രത്തിലാക്കി, പിന്നെ ശർക്കര വരട്ടിയും ആക്കി. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.